ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്ക് റിയൽ പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പഞ്ചാണ് എഗ്ലെസ് ആയിരുന്നു. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളി സ്പഞ്ചിൻ്റെ റെസിപ്പി അത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മുഴുവൻ്റെ ആവശ്യം വരും കേട്ടോ. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ ഇതും കൊണ്ട് തന്നെ ഇങ്ങനെ പൈനാപ്പിളും കൊണ്ട് തന്നെ അല്ല, വേറെ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെയിം ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ചെറിയ എത്ര പറ്റുന്നോ അത്ര നമുക്ക് ക്യൂബ്സാക്കി ചെറിയ കുഞ്ഞ് പീസാക്കി. പിന്നെ കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടിയായിട്ട് 2-3 ഹാർട്ട് പോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡെക്കറേഷൻ പാർട്ട് എങ്ങനത്തെ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലൈസ് ചെയ്യാനാണെങ്കിൽ സർക്കിളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയായിട്ട് അത് വെച്ചേക്കുന്നത്. ബാക്കി മുഴുവൻ നമ്മൾ ഇതുപോലെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതും കൊണ്ട് തന്നെ നമ്മൾ ഷുഗർ സിറപ്പും റെഡിയാക്കും, പിന്നെ ഫില്ലിങ്ങും റെഡിയാക്കുന്നുണ്ട്, ഇതിൻ്റെ ക്രഷ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഇതും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ബോയിലായി വന്നാൽ മാത്രം, തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ ആ സ്ലൈസാക്കി ഞാൻ ഹാർട്ട് പോലെ വെച്ചേക്കുന്നത് അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേവിക്കണ്ട കേട്ടോ. അത് വെറുതെ അതിനകത്തൊന്ന് കോട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി ഷുഗർ സിറപ്പിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതൊരു അരിപ്പേരി കൂടി നമുക്ക് അരിച്ച് രണ്ടുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫില്ലിങ്ങിന് വേണ്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഒരു മിക്സി ജാറിലോ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഇടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ നമ്മൾ എത്ര ക്രം കോട്ട് ചെയ്യാൻ എടുക്കുന്നത് വെച്ചാൽ അത്രയും ക്രീം എടുക്കുക. ബാക്കി നമ്മളാണെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ ക്രഷ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഫിനിഷിങ് വരത്തില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ക്രീമിനകത്ത് ഒരു 3 ടീസ്പൂൺ ഞാനാണെങ്കിൽ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ ക്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റിയൽ പൈനാപ്പിളും കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രോബെറിയും കൊണ്ടോ ഏത് ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് ബോർഡിൽ നമുക്കാണെങ്കിൽ ക്രീം തട്ടി കൊടുക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചെടുക്കാം. 3 ലെയറായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 kg കേക്കാണ്. ഇത് നമ്മളാണെങ്കിൽ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ. ഒരു 1.5 kg അടുത്തായിട്ട് വരും ഈ കേക്ക് മുഴുവനായിട്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ സിറപ്പ് റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. പിന്നെ ക്രീം ഞാൻ പൈനാപ്പിൾ ക്രഷ് മിക്സ് വെച്ചിട്ടാണ്, അത് നമുക്കാണെങ്കിൽ പൈപ്പ് മേഖല നിറച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫും കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ നമ്മൾ ക്രഷ് അരച്ച് വെച്ചേക്കുന്നില്ലേ നമുക്ക് പൈനാപ്പിൾ, അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റിച്ചായിട്ടൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചില്ലേ നമ്മൾ ക്യൂബ്സ് ആക്കിയത്, അത് നമുക്ക് അതിനകത്തോട്ട് എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. സെയിം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. സെയിം ഇതുപോലെ ആദ്യത്തെ നമ്മൾ ചെയ്തില്ല, സെയിം അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് സിറപ്പും കൊണ്ട് സോക്ക് ചെയ്യുക, പൈനാപ്പിൾ സിറപ്പും കൊണ്ട്. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ എല്ലാം ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് ലെവലാണോ ഇല്ലയോ നോക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ലെവലാക്കിക്കൊണ്ടേ പോകാവുള്ളൂ നമ്മൾ ചെയ്യുമ്പം. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറും ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ മുഴുവൻ ക്രീമും കൊണ്ട് എത്രയുള്ളതെന്ന് വെച്ചാൽ അത് മുഴുവൻ നമുക്ക് പൈനാപ്പിൾ ക്രഷ് ചെയ്ത ക്രീമില്ലേ, അത് മുഴുവനായിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്ത് തീർക്കണം നമുക്ക്. ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ അതിനകത്ത് തേച്ച് നമ്മൾ ഫിനിഷിങ് ആയി കേട്ടോ. മൊത്തം ആ ക്രീമും കൊണ്ട് തന്നെ മൊത്തം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാവേ. അതിന് ശേഷം വേണം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. സമയമില്ലെങ്കിൽ എനിക്ക് സമയം ചിലപ്പോൾ അഥവാ ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്നാൽ തന്നെ ചെയ്യും കേട്ടോ. അഥവാ സമയം ഉണ്ടെങ്കിൽ 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഒരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യാൻ കേട്ടോ. അതിന് ശേഷം നമ്മളത് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ഒരു ലൈറ്റായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ലെമൺ യെല്ലോ കളറായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഒരു 2 ഡ്രോപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാലറ്റ് നൈഫും കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫും കൊണ്ട് എയർ ബബിൾസ് കളഞ്ഞ ശേഷം സ്ക്രാപ്പറും കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് ബോർഡർ ഡിസൈനും കൊടുക്കുന്നുണ്ട്. മേളിൽ നമുക്ക് എക്സ്ട്രാ എത്ര ക്രീം വരുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഒത്തിരി മേളിൽ ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മൊത്തം കവർ ആവാനുള്ളത്, അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
ഇനി നമുക്കാണെങ്കിൽ ഒരു ഇതുപോലെ ഏതെങ്കിലും ഒരു നോസിലും കൊണ്ട് നമുക്ക് ഇതുപോലെ സൈഡിലൊരു ബോർഡർ ഡിസൈൻ കൊടുക്കണേ. സൈഡിൽ നമുക്കാണെങ്കിൽ ഗ്ലേസ് ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ബോർഡർ ഡിസൈൻ ചെയ്യണം. അല്ലെങ്കിൽ ഗ്ലേസ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ബോർഡർ ചെയ്യുവാണെങ്കിൽ അത് സ്ലിപ്പായി താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബോർഡർ ചെയ്തിട്ടേ എന്നിട്ട് ഗ്ലേസ് ഒഴിക്കാവുള്ളൂ. അപ്പോൾ അതേ ഇതുപോലെ ബോർഡർ കൊടുത്തിട്ട് താഴെ ഞാൻ സെയിം ഇതുപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളാണ് അല്ലേ? നല്ല അടിപൊളി കേക്കാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ല റിവ്യൂ വന്ന കേക്കായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി റെസിപ്പി ആയത്. ഇനി നമുക്കാണെങ്കിൽ ഗ്ലേസ് റെഡിയാക്കണ്ടേ. ഗ്ലേസും ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് അതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ സിറപ്പ് ബാക്കി വന്നില്ലേ, അതിനകത്ത് നമുക്കാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ പൈനാപ്പിൾ ഇമൾഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ ഇമൾഷൻ അല്ലെങ്കിൽ എസൻസ് ആണെങ്കിൽ അത് 2 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ലെമൺ യെല്ലോ ഫുഡ് കളർ ജെൽ കളർ ഇല്ലേ, അതും കൂടെ നമുക്ക് 2 ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കളർ കിട്ടും നമുക്ക്. നന്നായിട്ട് ആദ്യം ഇപ്പോൾ ഗ്യാസേ വെച്ചിട്ടില്ല കേട്ടോ. കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസേ വെച്ച് കൊടുക്കാവുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കൈ വിട്ട് പിന്നെ ആണെങ്കിൽ തിക്കായി പോകും കേട്ടോ, അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതേ ഒരു തള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ക്രഷ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഗ്ലേസിന്. അപ്പോൾ അതേ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തളയും കൂടെ ഒന്ന് വരട്ടെ കേട്ടോ, അത്രയും മതി. ഇനി നമുക്ക് തണുക്കാൻ അനുവദിക്കണം. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മേളിൽ ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ പുതിയ വീഡിയോസും കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ടും ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ആദ്യത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ കേക്കിൻ്റെയൊക്കെ ഇതുപോലെയൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ കേക്കാണെങ്കിൽ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കേട്ടോ. ഒരു അരമണിക്കൂർ തണുത്തതിന് ശേഷം നമ്മുടെ ഗ്ലേസ് റെഡിയാക്കിയില്ല, അത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. തണുത്തതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവുള്ളേ, ചൂടത്തോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കല്. പിന്നെ നമുക്കാണെങ്കിൽ ഇതുപോലെ സൈഡിൽ ഡ്രിപ്പ് പോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ റോസ് പെറ്റൽ നോസിലും കൊണ്ട് റോസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വച്ച് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചു കേട്ടോ എല്ലാം യെല്ലോ ആയിപ്പോയെന്ന്. വേറെ ഏതെങ്കിലും ഒരു കളർ റെഡ് കളറും കൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ആ യെല്ലോ കളർ ഇച്ചിരി ബാക്കി വന്നപ്പോൾ അതിനകത്ത് ഞാൻ ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ ലീഫ് കളർ റെഡി ആയി കിട്ടി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ലീഫും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.